രണ്ടാം ലോക മഹായുദ്ധം തീർന്നിട്ടും കാട്ടിൽ തന്നെ കഴിഞ്ഞ രാജ്യസ്നേഹി പട്ടാളക്കാരൻ. അവിശ്വസനീയമായ കഥകളാണ് ജീവിതത്തെ മനോഹരമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടും അതൊന്നും അറിയാതെ കാട്ടിൽ കഴിഞ്ഞ ഒരു അസാധാരണ പട്ടാളക്കാരനെ കുറിച്ചറിഞ്ഞാലോ? ഇതാ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആ കഥയിലേക്ക് ടോപ്പ് 10 മലയാളം സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 1974 നോറിയോ സുസുക്കി എന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു അവിശ്വസനീയമായ കഥ കേട്ടു. ആ കഥ അയാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരേപോലെ അവിശ്വസനീയമായിരുന്നു. ആ കഥ ഫിലിപ്പീൻസിലെ ഒരു ഏകാന്ത വനത്തിൽ ഒരു ജാപ്പനീസ് ഭടൻ ഇപ്പോഴും കീഴടങ്ങാൻ തയ്യാറാകാതെ ജീവിക്കുന്നുണ്ടെന്നതായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായിരുന്ന അദ്ദേഹം അത് അവസാനിച്ചതൊന്നും അറിയാതെ കീഴടങ്ങാൻ ഒരുക്കമല്ലാതെ അവിടെ ജീവിക്കുകയായിരുന്നു. കോളേജ് ഡ്രോപ്പ് ഔട്ടായ നോറിയോയ്ക്ക് ഈ കഥ കേട്ടപ്പോൾ സ്വാഭാവികമായും കുറച്ച് സംശയങ്ങൾ ഉയർന്നു വന്നു. ഇത്രയും നാളായി കാണാതായ വ്യക്തി മരിച്ചിട്ടുണ്ടാകില്ലേ? ഇങ്ങനെയൊരു കൊടും വനത്തിനുള്ളിൽ ഇത്രയും വർഷങ്ങൾ എങ്ങനെയാണ് ഒരാൾക്ക് അതിജീവിക്കാൻ കഴിയുക? സംശയങ്ങൾ ദൂരീകരിക്കാൻ അവൻ ഈ കഥയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുവാൻ ഇറങ്ങി. അതുപ്രകാരം അവൻ കുറെ കാര്യങ്ങൾ റിസർച്ചിലൂടെ കണ്ടുപിടിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് 1945 മുതൽ ഹീറോ ഒനോഡ എന്ന ലെഫ്റ്റനന്റിനെ കാണാനില്ലെന്നും 1959 അദ്ദേഹം മരിച്ചതായും വിശ്വസിക്കപ്പെടുകയും ചെയ്തു. ഇതറിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ വീണ്ടും ഒരു ചോദ്യമുയർന്നു. ഒരാൾ മരിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുന്നതിന് ഇത്രയും നീണ്ട വർഷങ്ങൾ വേണ്ടിയിരുന്നു. ഇത്രയും സമയം അതിനെടുത്തിട്ടുണ്ടെങ്കിൽ അയാളെ പലരും പല രീതിയിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് അയാൾ മരിച്ചു എന്ന് പറയാൻ കഴിയുക? അവസാനം സുസുക്കി ഒരു തീരുമാനത്തിലെത്തി. അതനുസരിച്ച് ആ കാട്ടിലേക്ക് അയാളെ അന്വേഷിച്ചു പോകാനും അയാൾ ജീവനോടെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരുവാനും അയാൾ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു. ആ കണ്ടുപിടിക്കലിന്റെ കഥ പറയുന്നതിന് മുൻപേ നമുക്ക് ആ ഭടനെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഹീറോ 1922 ജപ്പാനിലെ കൈനാൻ എന്ന സ്ഥലത്ത് 7 മക്കളിൽ 5ാമനായാണ് ജനിച്ചത്. പിന്നീട് അയാൾ സെയിൽസ് പേഴ്സണായി ജപ്പാനിലുള്ള ഒരു ചൈന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. വിധി അയാൾക്ക് വേണ്ടി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. അങ്ങനെയിരിക്കെ 1941 ഡിസംബർ 7 മുതൽ എല്ലാത്തിന്റെയും താളം തെറ്റിത്തുടങ്ങി. അന്നാണ് ജാപ്പനീസ് ഇംപീരിയൽ ഫോഴ്സ് യുഎസിലെ പേൾ ഹാർബർ തുറമുഖം ആക്രമിക്കുന്നത്. ലോകത്തെ നടുക്കിയ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറ്റിയ സംഭവമായിരുന്നു അത്. അതിനുശേഷം യുഎസ് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതിന്റെ ഭാഗമായി 17 മുതൽ 44 വയസ്സുവരെയുള്ള എല്ലാ ആരോഗ്യമുള്ള പുരുഷന്മാരും യുദ്ധത്തിനു വേണ്ടി വിന്യസിക്കപ്പെട്ടു. അവർക്കതിൽ നിന്നും ഒളിച്ചോടാൻ സാധ്യമല്ലായിരുന്നു. 1942 ഹീറോ യുദ്ധത്തിനു മുൻപുള്ള ഫിറ്റ്നസ് ടെസ്റ്റിൽ പാസ്സാവുകയും ആർമിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. 20 വയസ്സിൽ അദ്ദേഹം വക്കായാമയിൽ 61st ഇൻഫൻട്രി റെജിമെന്റായി തീർന്നു. പക്ഷേ 1944 അമേരിക്കൻ പട്ടാളക്കാർ ഫിലിപ്പീൻസിലുള്ള സാൻ ജോസിലെത്തി. അതിന്റെ ഭാഗമായി എല്ലാവരെയും ആർമി പല സ്ഥലങ്ങളിലായി വിന്യസിച്ചു. ഹീറോയ്ക്ക് ലബാങ് എന്ന പേരുള്ള വെറും 48 സ്ക്വയർ മൈൽസ് വിസ്തീർണമുള്ള ചെറിയ ഐലൻഡ് സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം നൽകി. യുദ്ധം മുറുകിയതോടെ ഹീറോയ്ക്ക് മുഴുവൻ അധികാരമുള്ള സെക്കൻഡ് ലെഫ്റ്റനന്റായി ജനുവരി 10, 1945 പ്രമോഷൻ നൽകി. പുതിയ ഉത്തരവാദിത്തങ്ങളും ആൾക്ക് വന്നു ചേർന്നു. മേജർ തക്കാഹാഷി പറഞ്ഞത് പ്രകാരം ഹീറോ ഗറില്ല യുദ്ധത്തിന്റെ ഭാഗമായി ലാബാങ്ങിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. അതൊരു ചെറിയ ഉത്തരവാദിത്തമായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതിനുശേഷം ജനറൽ അക്കീറ മൂട്ടോ അവനെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. നിനക്ക് സ്വന്തം കൈകൊണ്ട് അല്ലെങ്കിൽ സ്വന്തമായി മരണത്തിന് കീഴടങ്ങാൻ അവകാശമില്ല. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അവനെ തേടി വരുമെന്ന് ഉറപ്പ് അവർ നൽകി. എന്തുതന്നെ ആയാലും ഏത് സാഹചര്യത്തിലും രാജ്യത്തിനു വേണ്ടി പോരാടണമെന്ന് താൻ തീർച്ചയാക്കി. ചെറിയ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവന് തന്റെ കഴിവ് ഇനിയും പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നു. ഫെബ്രുവരി 28 50 പേരടങ്ങുന്ന അമേരിക്കൻ ആർമി ലാബാങ്ങിൽ കാലുകുത്തി. ടിൽക്ക് എന്ന ചെറിയ ഗ്രാമത്തിൽ 4 ടാങ്കുകളോടെ അവരെത്തി. ആ ഗ്രാമം ആക്രമണത്തിൽ പൂർണ്ണമായും ഇല്ലാതായെന്ന് തന്നെ പറയാം. ഹീറോയുടെ നിർദ്ദേശപ്രകാരം അവർ ഗറില്ല യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കുറ്റിക്കാടുകളിൽ ഒളിച്ചിരുന്ന് ഓടിയും മറഞ്ഞും പീഡിപ്പിച്ചും യുദ്ധം ചെയ്യുന്ന രീതിയാണിത്. എല്ലാവരും ഒരുമിച്ച് ഒരിടത്തുണ്ടാവുന്നത് സുരക്ഷിതമല്ലെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം 4 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകളായി സ്വന്തം ബറ്റാലിയനെ തിരിച്ചു. അതിൽ 3 പേര് ഇടതും വലതുമായ ശത്രുക്കളെ നേരിടാൻ നിൽക്കുമ്പോൾ 4ാമത്തെയാൾ ഭക്ഷണം വെക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെടും. അതായിരുന്നു ഹീറോ തീരുമാനിച്ച രീതി. 1945 വേനൽക്കാലം വരെ അവർ അമേരിക്കൻ പട്ടാളത്തിനെതിരെയുള്ള ഗൊറില്ല യുദ്ധം തുടർന്നു. എന്നാൽ അവസാനം വരെ സ്വന്തം ഗ്രൂപ്പ് ആ ഇടതൂർന്ന വനത്തിൽ ഒറ്റപ്പെട്ടു. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 6 1945 സംഭവം അവർ അറിയാതെ പോയത്. അന്നാണ് അമേരിക്കൻ മിലിറ്ററി ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബിട്ടത്. ഈ ലോകത്ത് ഒരാൾക്കും മറക്കാനാവാത്ത മുറിവാണ് അത് സമ്മാനിച്ചതെന്ന് പറയേണ്ടതില്ലല്ലോ. ഏകദേശം 60,000-ഓളം കെട്ടിടങ്ങളും അതിനേക്കാളേറെ ജീവനുകളും അതില്ലാതാക്കി.
3 ദിവസത്തിനു ശേഷം അവർ നാഗാസാക്കിയിലും ആറ്റം ബോംബിട്ടു. അതിലും 60,000-ലേറെ ജീവനുകൾ എന്നേക്കുമായി ഇല്ലാതായി. അവസാനം ജപ്പാൻ സ്വയം തോൽവി സമ്മതിച്ചു. ചക്രവർത്തി ഹിരോഹിറ്റോ ഓഗസ്റ്റ് 15-ന് ഔദ്യോഗികമായി തോൽവി സമ്മതിക്കുകയും സെപ്റ്റംബർ 2-ന് യുദ്ധം നിർത്തിയതായി അറിയിച്ചുള്ള കരാറിൽ ഒപ്പിടുകയും ചെയ്തു. എല്ലാ വശങ്ങളിലും നിയോഗിച്ചിരുന്ന പട്ടാളക്കാരിലേക്ക് യുദ്ധം നിർത്തി എന്ന വാർത്തയെത്തി. എന്നാൽ ഫിലിപ്പൈൻ ഭാഗത്തെത്താൻ പിന്നെയും സമയമെടുത്തു. ഒക്ടോബറോടുകൂടിയാണ് ഈ വാർത്ത ലാബാങ്ങിലെത്തുന്നത്. ലോക്കൽ ഐലാൻഡേഴ്സിൽ നിന്നാണ് അവർ വൈകിയാണെങ്കിലും ഈ വാർത്തയറിഞ്ഞത്. എങ്കിലും അവർ അകലങ്ങളിൽ നിന്നുള്ള വെടിയുടെ ശബ്ദം വീണ്ടും കേട്ടുകൊണ്ടിരുന്നു. ഇത് അമേരിക്കൻസ് ഇപ്പോഴും തങ്ങളെ വേട്ടയാടുന്നു എന്ന നിഗമനത്തിലേക്ക് അവരെ എത്തിച്ചു. അങ്ങനെ ഒരു ദിവസം ബോയിങ് B-17 എന്ന വിമാനം അവരുടെ മുകളിലൂടെ പറന്ന് യുദ്ധം നിർത്തി എന്ന ഔദ്യോഗിക അറിയിപ്പ് പാംഫ്ലെറ്റിലൂടെ പുറത്തുവിട്ടു. അതിൽ ഇങ്ങനെ കൂടെ പറഞ്ഞിരുന്നു: കീഴടങ്ങുന്ന പട്ടാളക്കാർക്ക് വേണ്ടി മെഡിക്കൽ സഹായവും അവരെ തിരികെ ജപ്പാനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണെന്ന്. പക്ഷെ കൂടുതൽ അത് നോക്കിയപ്പോൾ അവർക്ക് സംശയങ്ങൾ കൂടി വന്നു. അതിലെ ഗ്രാമറും ഉപയോഗിച്ചിരുന്ന വാക്കുകളും അവർക്ക് തൃപ്തി നൽകിയില്ല. പകരം സംശയങ്ങൾ ഉയർത്തി. അത് അമേരിക്കൻ പട്ടാളം തങ്ങൾക്ക് നേരെ എറിഞ്ഞിരിക്കുന്ന ഒരു തന്ത്രമാണെന്ന് അവർ വിശ്വസിച്ചു. പക്ഷെ അതിലെ തെറ്റുകൾ പ്രിന്റിംഗ് മിസ്റ്റേക്സ് മാത്രമായിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. 3 മാസത്തേക്കുള്ള ഭക്ഷണമേ അവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. സമയം പോയി തുടങ്ങിയതോടെ അവരുടെ ഭക്ഷണവും തീർന്നു തുടങ്ങി. ഹീറോയുടെ പക്വതയോടെയുള്ള ഉപയോഗം കാരണം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. എന്നാൽ ബാക്കി ഗ്രൂപ്പുകൾ അപ്പോഴേക്കും പട്ടിണിയിലായിരുന്നു. അവർ ഇവരോട് ഭക്ഷണം ചോദിച്ചെങ്കിലും തീരാറായി എന്ന കാരണത്താൽ അവർ നൽകിയില്ല. 1946 ഏപ്രിലിൽ 41 പട്ടാളക്കാർ കീഴടങ്ങി. ഹീറോയുടെ ഗ്രൂപ്പിലെ 4 പേര് അപ്പോഴും ഒന്നിനും തയ്യാറായിരുന്നില്ല. മറ്റുള്ളവർ നാട്ടിൽ സാധാരണ ജീവിതം നയിക്കാൻ അപ്പോഴേക്കും തുടങ്ങിയിരുന്നു. അമേരിക്കൻ പട്ടാളക്കാർ അവരെ പിടിച്ചുവെച്ചിരിക്കുകയാണെന്നും അവർ വഴി ഇവരുടെ താവളം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നും ഇവർ വിചാരിച്ചു. അതുകൊണ്ട് എപ്പോഴൊക്കെ ഇവരെ തപ്പി പട്ടാളക്കാരെത്തിയോ അപ്പോഴൊക്കെ അവർ താവളം മാറ്റിക്കൊണ്ടിരുന്നു. 22 വയസ്സുള്ള പ്രൈവറ്റ് അക്കാറ്റ്സു എന്ന പട്ടാളക്കാരന് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ എന്ന ചിന്ത മനസ്സിലുണ്ടായി. അയാളത് ഹീറോയോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ പാംഫ്ലെറ്റിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ആ സംശയങ്ങളും അവിടെ ഇല്ലാതെയായി. അവർ 4 പേരും ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ലോക്കൽ ഐലാൻഡേഴ്സ് മരം വെട്ടാനോ മറ്റോ പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവർ ശത്രുക്കളാണെന്ന് തെറ്റിദ്ധരിച്ച് ഒളിച്ചിരുന്നു. അവർ ലോക്കൽ ആളുകളെ ശത്രുക്കളെന്ന് തെറ്റിദ്ധരിച്ച് പലപ്പോഴും അവരെ കണ്ടു എന്ന സാഹചര്യം എത്തുമ്പോൾ ലോക്കൽ ആളുകളെ അവർ വെടിവെച്ചു. പലപ്പോഴും അവരുടെ ഭക്ഷണം പട്ടാളക്കാർ മോഷ്ടിക്കുകയും ചെയ്തു. ലാബാങ്ങിൽ ജീവിക്കുവാനുള്ള മറ്റ് സാഹചര്യങ്ങളുമുണ്ടായിരുന്നു. പഴങ്ങൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയ ആഹാരത്തിനുള്ള അനവധി വിഭവങ്ങൾ. പക്ഷേ വന്യമൃഗങ്ങളെ പിടിക്കുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അവർ ലോക്കൽ ആളുകൾ വളർത്തുന്ന പശുക്കളെയും മറ്റ് മൃഗങ്ങളെയും മോഷ്ടിക്കുവാൻ തുടങ്ങി. അവരതിനോടൊപ്പം ആളുകൾ കുറഞ്ഞ സൗത്ത് ഭാഗത്ത് താമസിക്കുവാനും 3 ദിവസത്തിൽ കൂടുതൽ ഒരിടത്ത് തങ്ങാതിരിക്കാനും തീരുമാനിച്ചു. പ്രൈവറ്റ് അക്കാറ്റ്സുവിന് ഇപ്പോഴും അവർ പറയുന്നതിൽ മാത്രം ചിന്തയൊതുക്കാൻ കഴിഞ്ഞില്ല. അയാൾ പലവട്ടം ട്രൂപ്പിനെ വിട്ടു പോയെങ്കിലും ബാക്കിയുള്ളവർ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നു. 1946 യുദ്ധം അവസാനിച്ച് 210 ദിവസമായതിനു ശേഷം പ്രൈവറ്റ് അക്കാറ്റ്സു കാണാതായി. 1950 അവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അതായത് 6 മാസത്തെ ഏകാന്ത ജീവിതത്തിനു ശേഷം പ്രൈവറ്റ് അക്കാറ്റ്സു ഫിലിപ്പീൻ ആർമിക്ക് മുൻപിൽ കീഴടങ്ങി. അവർക്ക് കണ്ടുകിട്ടിയ കത്തിൽ പ്രൈവറ്റ് അക്കാറ്റ്സു ഇങ്ങനെ കൂടി എഴുതി: ഫിലിപ്പീൻസ് ആർമി അയാളെ ഒരു കൂട്ടുകാരനെ പോലെ സ്വീകരിച്ചെന്നും ഭക്ഷണം നൽകിയെന്നും. യുദ്ധം അവസാനിച്ചു എന്നതിന് വേറെ തെളിവ് അവിടെ ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇതും ശത്രുവിന്റെ തന്ത്രമെന്നാണ് അവർ വിശ്വസിച്ചത്. ജാപ്പനീസ് ഗവൺമെന്റ് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം അപ്പോഴും നിർത്തിയിരുന്നില്ല. 1952 യുദ്ധം കഴിഞ്ഞ് 7 വർഷത്തിനു ശേഷവും അവർ ലീഫ്ലെറ്റ്സ് അവർക്ക് കിട്ടാൻ പാകത്തിന് വനത്തിൽ ഇട്ടുകൊടുത്തു. ആ ലീഫ്ലെറ്റിൽ ഹീറോയുടെ സഹോദരൻ യുദ്ധം തീർന്നെന്നും അവർ സൈന്യത്തിൽ നിന്നും വിട്ടെന്നും അതിനോടൊപ്പം കോർപ്പറൽ ഷിമോഡ കുടുംബത്തോടൊപ്പമുള്ള ഫോട്ടോയും വെച്ചിരുന്നു. എന്നാൽ അതും വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല. എല്ലാം ഉണ്ടാക്കിയ ഫോട്ടോസ് ആണെന്നും അവർ വിശ്വസിച്ചു. ഷിമോഡായ്ക്ക് പരിചയമില്ലാത്ത വീടിന് മുൻപിൽ വെച്ചാണ് ഫോട്ടോ എടുത്തത്. അത് ചതിയുടെ മറ്റൊരു വശമാണെന്നവർ ഊഹിച്ചു. എന്നാൽ യുദ്ധത്തിൽ ടോക്കിയോ നഗരത്തിന് പല നഷ്ടങ്ങൾ സംഭവിച്ചു എന്നും പല കെട്ടിടങ്ങളും മാറ്റി പണിയേണ്ടി വന്നു എന്നതും അവർക്കറിയില്ലല്ലോ. അവരുടെ യൂണിഫോം കീറാനും തുടങ്ങി. എങ്കിലും അതിന് ഫലപ്രദമായ പരിഹാരങ്ങൾ അവർ കണ്ടെത്തുകയും ചെയ്തു. ഓർമ്മ വെച്ചവർ ദിവസങ്ങളും വർഷങ്ങളും എണ്ണിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ ലോക്കൽ ആളുകളുമായി ഇവർ യുദ്ധത്തിലാവുകയും ചെയ്തു. കോർപ്പറൽ ഷിമോഡായ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 1 വർഷത്തിനു ശേഷം ഫിലിപ്പിനെ ആർമിയുടെ പരിശീലന സമയത്ത് അബദ്ധവശാൽ വെടിയേറ്റ് കോർപ്പറൽ ഷിമോഡ കൊല്ലപ്പെട്ടു. അവരെ തേടി വീണ്ടും ലീഫ്ലെറ്റ്സ് എത്തിയിട്ടും സത്യം വിശ്വസിക്കുവാൻ അവർ തയ്യാറായില്ല. എങ്കിലും ജപ്പാൻ അവരെ കൈവിടാൻ തയ്യാറായിരുന്നില്ല. അവർ ഒരു സെർച്ച് ക്യാമ്പ് വെച്ച് അവരെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ബാക്കിയുള്ള 2 പേർ പിടികൊടുത്തില്ല. 6 മാസത്തോളം ആ ക്യാമ്പ് നീണ്ടുനിന്നു. അവസാന ദിവസം ഹീറോയുടെ ബ്രദർ ടോഷിയോയുടെ ശബ്ദം സ്പീക്കറിലൂടെ ഹീറോ കേട്ടെങ്കിലും
അതും വിശ്വസിക്കുവാൻ അയാൾ തയ്യാറായില്ല. അവർ ഹീറോയ്ക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ന്യൂസ് പേപ്പർ അവിടെ വെച്ചുവെങ്കിലും അതും ചതിയുടെ ഭാഗമാണെന്ന് അയാൾ വിശ്വസിച്ചു. ഏഷ്യയുടെ സെന്റർ ആകാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അതിനെക്കുറിച്ചൊന്നും ആ വാർത്തകളിൽ പ്രതിപാദിക്കാതിരുന്നത് ഹീറോയുടെ സംശയം കൂട്ടിയതേയുള്ളൂ. ഹീറോയും പ്രൈവറ്റ് കൊസൂക്കായും സ്വന്തം വിശ്വാസങ്ങളിൽ നിന്നും മാറാൻ തയ്യാറായില്ല. അവർ ലോക്കൽ ആളുകളെ പല രീതിയിൽ ശല്യപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ അവർ പോലീസിന് പരാതി കൊടുക്കുക വരെ ചെയ്തു. 1965 ആയപ്പോഴേക്കും ഐലൻഡിൽ ഇലക്ട്രിസിറ്റി വന്നു. നാട് വളരാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ന്യൂസ് കേൾക്കാമെന്ന ആഗ്രഹത്താൽ അവർ റേഡിയോ ട്രാൻസിസ്റ്റർ മോഷ്ടിച്ചെങ്കിലും യുദ്ധത്തെക്കുറിച്ചൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല. പകരം അമേരിക്കയുമായുള്ള പുതിയ ബന്ധങ്ങളും ഫിലിപ്പീനിലെ പുതിയ ഭരണത്തെക്കുറിച്ചുമാണ് അവർ അറിഞ്ഞത്. എന്നാൽ അത് കേട്ടിട്ട് പോലും യുദ്ധം അവസാനിച്ചു എന്നവർ വിശ്വസിച്ചിരുന്നില്ല. ലോക്കൽ ആളുകളുമായുള്ള പ്രശ്നത്തിൽ ഫിലിപ്പിനെ പോലീസ് ഇടപെടുകയും പ്രൈവറ്റ് കൊസൂക്ക അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അതിനുശേഷവും സെർച്ച് പാർട്ടി ഹീറോയെ അന്വേഷിച്ചു വന്നെങ്കിലും ന്യൂസ് പേപ്പർ വെച്ചുവെങ്കിലും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒരിക്കൽ അദ്ദേഹത്തിന് വേണ്ടി വെച്ച സമ്മാനങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഹീറോ ഒരു നോട്ട് അതിനോടൊപ്പം വെച്ചു. ഇത് കണ്ട അധികാരികൾ ഹീറോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന നിഗമനത്തിലെത്തി. ആ സമയത്താണ് സുസുക്കി ഹീറോയെ അന്വേഷിച്ചിറങ്ങുന്നതും വെറും 4 ദിവസത്തിനുള്ളിൽ കണ്ടുപിടിക്കുന്നതും. ഏകദേശം 2 മണിക്കൂർ നീണ്ടുനിന്ന അവരുടെ സംഭാഷണത്തിൽ സുസുക്കി ജപ്പാൻ യുദ്ധത്തിൽ തോറ്റെന്നും ഇപ്പോൾ സമാധാനമായി ഇരിക്കുന്നുവെന്നും അറിയിച്ചു. അങ്ങനെ ഇതുവരെ താൻ അവഗണിച്ചതെല്ലാം സത്യമായിരുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു. എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്തുവരുവാൻ പറ്റുക എന്ന ചോദ്യത്തിന് തന്റെ മിലിറ്ററി ഓഫീസർ ഒഫീഷ്യൽ ഓർഡർ തരണമെന്ന് ഹീറോ പറഞ്ഞു. എന്നാൽ പ്രായമായ ആ മേജർ ഇപ്പോൾ ഒരു ബുക്ക് സ്റ്റോൾ നടത്തുകയാണ്. എന്നിരുന്നാലും അദ്ദേഹം തന്നെ ഹീറോയെ നേരിട്ട് കാണാൻ വനത്തിലെത്തി. ഹീറോ സഹോദരനെയും വർഷങ്ങൾക്ക് ശേഷം കണ്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം സീരിയസ് കുറ്റകൃത്യമായാണ് കണക്കാക്കപ്പെട്ടത്. എന്നാൽ പ്രസിഡന്റ് അത് ക്ഷമിക്കുകയും ആളുകൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. 1975 അദ്ദേഹം സാവോ പോളോയിലേക്ക് പോയി. അവിടെ സഹോദരന്റെ ഫാമിൽ സഹായിക്കുകയും ചെയ്തു. 1984 ഹീറോ ഒരു കല്യാണവും കഴിച്ചു. തിരിച്ച് നാട്ടിലേക്കെത്തി ഒരു നേച്ചർ സ്കൂളും തുടങ്ങി. അവിടെ സർവൈവൽ ക്യാമ്പ് ട്രെയിനിങ് കൊടുക്കുവാനും തുടങ്ങി. 2014 91 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഈ കഥ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവുമെന്നതിൽ തർക്കമില്ല. ഇതുപോലെ ത്രസിപ്പിക്കുന്ന കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി.